സഭ, യേശു, വിശ്വാസി ഭാഗം 3 ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കിട്ട സുവിശേഷ അധിഷ്ഠിതമായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ട്. അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല എന്ന പ്രത്യാശയിൽ നമ്മുടെ അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ വീഡിയോയിൽ വളരെയധികം കാര്യങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് ഒന്നിനെപ്പറ്റിയും സാവകാശത്തിൽ വിശദമായി പ്രതിപാദിപ്പാൻ സാധ്യമല്ല എന്ന് ആദ്യമായി ഞാൻ രേഖപ്പെടുത്തട്ടെ. ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ അന്നത്തെ മത സംവിധാനം എപ്രകാരമാണ് സ്ഥിതി ചെയ്തിരുന്നത്, അത് ഒരു ഉദാഹരണമായി കണ്ടാൽ നാം ഉൾപ്പെട്ടിരിക്കുന്ന മതസംവിധാനത്തെപ്പറ്റി ഏത് വിധത്തിലുള്ള തിരിച്ചറിവാണ് പ്രാപിക്കേണ്ടത്, അത് സംബന്ധമായ ചുമതല ബോധമാണ് നിലനിർത്തേണ്ടത് എന്നത് വെളിപ്പെട്ടു വരും. അത് നമുക്ക് പ്രയോജനപ്പെടാൻ സാധ്യതയുണ്ട് എന്ന പ്രത്യാശയിൽ ഈ പ്രത്യേകമായ അന്വേഷണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു മതസമൂഹം സംഘടിതമായ മതത്തിൻ്റെ ചട്ടക്കൂടിൽ ആക്കി വയ്ക്കപ്പെട്ടിരിക്കുന്ന, അതിൻ്റെ പരിശീലനം മാത്രം പ്രാപിച്ച് അതിൽ നിന്ന് അന്വേഷണത്തിൻ്റെ അച്ചടക്കവും ചുമതലയും പൂർണ്ണമായി മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു മതസമൂഹത്തിൽ കാര്യമായ പ്രശ്നങ്ങൾ, അപാകതകൾ, അപക്വതകൾ, ആത്മീകമായ പ്രശ്നങ്ങൾ മുറ്റി നിൽക്കും എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ നാം ഇതിനകത്ത് ഉൾപ്പെട്ടു നിൽക്കുകയും ഇത് മാത്രം അറിയുകയും മറ്റൊന്നിനെപ്പറ്റിയും ബോധമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ സഭ, നമ്മുടെ അവസ്ഥയാണ് ലോകോത്തരമായ അവസ്ഥ. ഇതിന് യാതൊരു പോരായ്മയുമില്ല എന്ന് മാത്രവുമല്ല, അതിലെന്തെങ്കിലും പോരായ്മയുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ഒന്നിൽ ഭ്രാന്തനാണ്, അല്ലെങ്കിൽ ശത്രുവാണ്, ഒന്നിൽ അവനെ ഒഴിവാക്കണം, അല്ലെ അവനെ ഇല്ലാതാക്കണം എന്ന് ചിന്തിക്കാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് നമുക്ക് യേശു അന്നത്തെ യഹൂദ മത സംവിധാനത്തിൽപ്പെട്ട ആളുകളുടെ അവസ്ഥ എങ്ങനെയാണ് മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ യഹൂദ മതത്തിൻ്റെ അന്നത്തെ സ്ഥിതിയെപ്പറ്റി, അവസ്ഥയെപ്പറ്റി എങ്ങനെയാണ് മനസ്സിലാക്കിയത്, അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒട്ടും വിശദീകരിക്കാതെ പെട്ടെന്നൊരു 7-8-9 കാര്യങ്ങൾ പോയിന്റുകൾ ഉൾപ്പെടുത്തേണ്ടത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പോകുകയാണ്. നിങ്ങൾ ദയവായി ഓരോ വിഷയവും എടുത്ത് നിങ്ങളുടെ അന്വേഷണത്തിൽ ഇതിനെ കൂടുതലായി മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആദ്യമായിട്ട് യേശു പറയുന്നത് അങ്ങനെയുള്ള ഒരു മത സംവിധാനം, അതിലുൾപ്പെട്ടിരിക്കുന്ന ആളുകൾ അന്ധരായിരിക്കും എന്നതാണ്. മതത്തിൽ എപ്പോഴും അന്ധതയുണ്ടായിരിക്കും. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടാലും, നിങ്ങൾ ഏത് സഭയിൽപ്പെട്ടാലും നിങ്ങളുടെ കാഴ്ചപ്പാട് വളരെ പരിമിതമായി തീരും. ഇപ്പം ഞാൻ CSIക്കാരനാണെങ്കിൽ CSI സഭയ്ക്ക് എന്ത് ഗുണം വരാം? ആ ഒറ്റ കാര്യത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ, അന്വേഷിക്കുമ്പോൾ, ബാക്കി എല്ലാറ്റിനെയും സംബന്ധിച്ചിടത്തോളം ഞാൻ അന്ധനായിത്തീരും. അപ്പോൾ സംഘടിതമായ മതസംവിധാനങ്ങൾ മനുഷ്യരിൽ വരുത്തി വെക്കുന്ന വൈകങ്ങളിലൊന്ന് അന്ധതയാണ്. അത് സൂചിപ്പിക്കുന്നതിനാണ് യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യന് യേശു സൗഖ്യം നൽകുമ്പോൾ പറയുന്നത്, ഇവൻ്റെ മാതാപിതാക്കന്മാരോ ഇവനോ പാപം ചെയ്തിട്ടല്ല, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിനാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ അതിനുശേഷം വരുന്ന സംഭാഷണത്തിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാകും, അവിടെ സ്ഥിതി ചെയ്തിരുന്ന യഹൂദ മതത്തിൻ്റെ പ്രതിനിധികളെന്ന് അഭിമാനിച്ചിരുന്ന ആളുകളുടെ അന്ധതയെ അവർക്ക് ഒന്ന് ബോധ്യപ്പെടത്തക്കവണ്ണമാണ് യേശു ഈ സംഭവത്തെ പ്രയോജനപ്പെടുത്തുകയോ സംബന്ധമായ സംഭാഷണത്തെ രൂപീകരിക്കുകയും ചെയ്തത് എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് എല്ലാ മതത്തിലും എല്ലാ സഭയിലും എപ്പോഴും സ്ഥിതി ചെയ്യുന്നതാണ് അന്ധത. സ്വന്തം താല്പര്യം കാണുന്നതിനപ്പുറത്തൊന്നും എനിക്ക് കാണാൻ വയ്യ എന്ന് പറയുന്ന ഒരവസ്ഥ, അത് അന്ധതയാണ്. രണ്ടാമതായിട്ട് പ്രെജുഡിസ്, എല്ലാറ്റിനെയും ഒരു മുൻവിധിയോടുകൂടെയാണ് സഭ. നാം ഏത് സഭയിൽ നിന്നാലും എല്ലാറ്റിനെ പറ്റി ഒരു മുൻവിധിയാണ്. ഉദാഹരണമായിട്ട് ഒരു കത്തോലിക്കന്
കത്തോലിക്കരല്ലാത്ത ക്രിസ്ത്യാനികളെ പറ്റി ഒരു മുൻവിധിയുണ്ട്. ഒരു ക്രിസ്ത്യാനിക്ക് മുസ്ലിമിനെ പറ്റി ഒരു മുൻവിധിയുണ്ട്. ഒരു പെന്തക്കോസ്തുകാരന് ഒരു CSIക്കാരനെ പറ്റിയോ മാർത്തോമക്കാരനെ പറ്റിയോ മറ്റ് ഇതര അംഗങ്ങളെപ്പറ്റി ഒരു മുൻവിധിയുണ്ട്. ആ സഭകളെല്ലാം സാധാരണ സഭകളാണെന്നാണ് അവർ വളരെ സൗമ്യതയോടുകൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മുൻവിധി ഞങ്ങളുടെ സഭയിലല്ലാതെ മറ്റേതെങ്കിലും സഭയിൽ നന്മ കണ്ടാൽ അത് എൻ്റെ സഭയോട് ഞാൻ ചെയ്യുന്ന അപരാധമാണ് എന്നതാണ് എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത്. അതിന് നമ്മൾ പ്രെജുഡിസ് എന്ന വാക്കാണ് മുൻവിധി. അതെല്ലാ സഭയിലും എല്ലാ മതത്തിലും ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളിലുണ്ട്. ഇപ്പോൾ ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനികളെപ്പറ്റി മുൻവിധികളുണ്ട്, ക്രിസ്ത്യാനികൾക്ക് ഹിന്ദുക്കളെപ്പറ്റി മുൻവിധികളുണ്ട്. ഇതൊന്നും സത്യത്തിന് നിരക്കുന്നതല്ല എന്ന് യേശു വ്യക്തമായി വേർപ്പെടുത്തുന്നുണ്ട്. മൂന്നാമതായിട്ട്, ഏത് സഭയിൽ പോയാലും ഏത് മതത്തിൽ പോയാലും അത് സംഘടിതമാണോ അതിനകത്ത് മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ടാകുകയില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യഹൂദ മതത്തിൻ്റെ ഒരു നേതാവായിരുന്ന നിക്കോദിമോസ് അവൻ എത്രമാത്രം അടിമയായിരുന്നു എന്ന് വളരെ വളരെ ലളിതമായി സരസമായി അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. യേശുവിനെ പകലൊന്നും വന്ന് കാണാനുള്ള സ്വാതന്ത്ര്യം പോലും അവനില്ലായിരുന്നുകൊണ്ടല്ലേ രാത്രിയിൽ വന്നത്. ലോകത്തിൻ്റെ വെളിച്ചമായ യേശുവിനെ കാണാൻ ഏറ്റവും നല്ല സമയം എന്താണ്? രാത്രി. അതാണ് മതം നൽകുന്ന സ്വാതന്ത്ര്യം എന്നാണ് യേശു സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യേശു അവനോട് പറയുന്നത്, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നീ ഇപ്പോൾ അടിമയാണ്. വീണ്ടും ജനിക്കുമ്പോൾ നീ സ്വാതന്ത്ര്യത്തിൻ്റെ മേഖലയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ വെളിച്ചമായി നീ ജനിക്കണം. എന്നാൽ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ. ഞാൻ കൂടുതലായി പറയേണ്ടതാണ്, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. നാലാമതായിട്ട്, വളരെ വ്യക്തമായി നാം യേശുവിൽ കൂടെ തിരിച്ചറിയേണ്ടത്, നിങ്ങൾ ഏത് സഭയിൽപ്പെട്ടാലും നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടതായാലും അത് സംഘടിതമാണോ അതിൽ ദൈവത്തോട് ശത്രുത്വം ഉണ്ടായിരിക്കും, യാതൊരു സംശയവും വേണ്ട. കാരണം ഒരു സംഘടിത മതം അതിനെ തന്നെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് സ്ഥാപിക്കുകയും അതുകൊണ്ട് തന്നെ തങ്ങൾ ദൈവമാണ് അല്ലെങ്കിൽ തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സംവിധാനം ദൈവമാണ്, ദൈവത്തിനപ്പുറത്താണ് എന്ന് വിശ്വസിക്കുമ്പോൾ ന്യായമായും ദൈവത്തിന് അവിടെ കടന്നു വരുവാനോ ദൈവികമായ ചിന്തകൾക്ക് അവിടെ ഇടമുണ്ടാകുവാനോ സാധ്യമല്ല. അതുകൊണ്ടാണ് ലൗദോക്യ സഭയിൽ ക്രിസ്തു വെളിയിൽ നിൽക്കുന്നത് നമുക്കറിയാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഡോസ്റ്റോവസ്കിയുടെ ഏറ്റവും പ്രശസ്തമായ കഥയാണ് ദ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ. അതിനകത്ത് 16-ാം നൂറ്റാണ്ടിൽ യേശു രണ്ടാമതൊന്ന് വന്നു. അത് സ്പെയിനിലെ സെവായിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ യേശു വന്നപ്പോഴേ അവിടുത്തെ കർദിനാൾ യേശുവിനെ അറസ്റ്റ് ചെയ്ത് അവനോട് പറഞ്ഞു, നീ ഒരു അക്ഷരം മിണ്ടിപ്പോരുത്, ഇവിടുന്ന് രക്ഷപ്പെട്ടോണം എന്ന് പറയാൻ കാര്യം. അത് സംഘടിതമായ മതത്തിൽ സഭയിൽ അങ്ങനെ തന്നെ സംഭവിക്കും എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ദൈവത്തോട് അടുത്തു വരുവാനോ ദൈവികമായ ചിന്തകൾ പ്രാപിപ്പാനോ ദൈവികമായ ദൗത്യം നിർവഹിപ്പാനോ ഉള്ള സ്വാതന്ത്ര്യം സംഘടിതമായ സഭ ആർക്കും അനുവദിക്കുകയില്ല എന്ന ഒരു വെളിപ്പെടുത്തൽ യേശുവിൽ കൂടെ നാം പ്രാപിക്കുന്നുണ്ട്. അഞ്ചാമതായിട്ട്, എല്ലാ സഭയിലും എല്ലാ മതത്തിലും വിവേചനം ഉണ്ടായിരിക്കും, ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ യഹൂദ മതത്തിൽ പലവിധമായ വിവേചനങ്ങളുണ്ടായിരുന്നു. ഇപ്പം പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ ഗുണമില്ലാത്തവരാണ്. അതുപോലെ തന്നെ പുരോഹിതന്മാരെ അപേക്ഷിച്ച് സാധാരണ ആളുകൾ ഗുണമില്ലാത്തവരാണ്. സാധാരണ യഹൂദനെ അപേക്ഷിച്ച് ചുങ്കക്കാർ ഗുണമില്ലാത്തവരാണ്. വേണ്ട, യഹൂദന്മാരെ മുഴുവനും അപേക്ഷിച്ച് നോക്കുമ്പോൾ ശമര്യക്കാർ ഗുണമില്ലാത്തവരാണ്. ഡിസ്ക്രിമിനേഷൻ അതില്ലാത്ത, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന സഭയിൽ ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്ന് നെഞ്ചത്ത് കാഴ്ചകൾക്ക് പറയാനൊക്കെ സംഘടനയുണ്ടോ അവിടെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരിക്കും, യാതൊരു സംശയമില്ല. ഡിസ്ക്രിമിനേഷൻ ഇല്ല എങ്കിൽ ആളുകളുടെ പ്രാധാന്യം ഒരിക്കലും വെളിപ്പെട്ട് വരികയില്ല. ഇപ്പോൾ ഒരു പുരോഹിതൻ, മെത്രാൻ, കർദിനാൾ ജനറൽ, പിന്നെ മോൺസിഞ്ഞോർ, പിന്നെ എന്തെങ്കിലും എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, പിന്നെ മൈനർ ബിഷപ്പ്, മേജർ ബിഷപ്പ്, മൈനർ ആർച്ച് ബിഷപ്പ്, മേജർ ആർച്ച് ബിഷപ്പ്, ഇങ്ങനെ കിടക്കുകയാണ്. ഡിസ്ക്രിമിനേഷൻ. അവരെ ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സാധാരണ ആർച്ച് ബിഷപ്പ് പോരാ. മൈനർ ആർച്ച് ബിഷപ്പിനെ വെച്ച് നോക്കുമ്പോൾ സാധാരണ ബിഷപ്പ് പോരാ. ബിഷപ്പിനെ വെച്ച് നോക്കുമ്പോൾ ജൂനിയർ ബിഷപ്പ് പോരാ.
ജൂനിയർ ബിഷപ്പിനെ വെച്ച് നോക്കുമ്പോൾ കർദിനാൾ ജനറൽ പോരാ പോരാ പോരാ. ഇതാണ് പരിപാടി. ഡിസ്ക്രിമിനേഷൻ ഇല്ലെങ്കിൽ പിന്നെ സ്ത്രീകളോടുള്ള വിവേചനം നിങ്ങൾക്കറിയാം. ഞാൻ പറയേണ്ട അത് പിന്നെ സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഞാനതിനാണ് പറയുന്നത്. സ്ത്രീകൾ മദ്യപായ കയറിയാൽ പോയി, ദൈവത്തിന് ജ്വരം പിടിക്കുമെന്നാണ് ഈ പറയുന്നത്. ഏതായാലും പോട്ടെ, അങ്ങനെ ഡിസ്ക്രിമിനേഷൻ ഇല്ലെങ്കിൽ നടക്കത്തില്ല. ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ സഭ വരണമെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പോലും എന്നോട് കോപിക്കും. പോട്ടെ, ഞാനതൊക്കെ വിടുകയാണ്. ആറാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു സംഘടിത സഭയുണ്ടോ അതിനകത്ത് പുറജാതിക്കാരുണ്ടായിരിക്കും. ഔട്ട്കാസ്റ്റ് ഇല്ലാത്ത ഒരു സഭയും ഉണ്ടാകുകയില്ല. ഞാൻ പറയുന്ന സഭയ്ക്കകത്തെ ഔട്ട്കാസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. ചില ആളുകൾ നികൃഷ്ടന്മാരാണ്. അപ്പോൾ വേദികളിൽ നിന്ന് എല്ലാവരും പറയും കള്ളുകുടിയന്മാർ കള്ള് കുടിക്കുന്നത് മോശമാണെന്ന്. ഇപ്പം മാരാമണ്ണ് എന്താണ് തട്ടിൽ തിരുമേനി വന്ന് ഉണർത്തിച്ചത് ഈ കേരളത്തിൽ കള്ള് കുടിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ശാപം. അതുകൊണ്ട് സർക്കാർ കള്ളൊക്കെ നിർത്തണം, കള്ള് നിർമ്മിക്കരുതൊക്കെ പറയുന്നു. എന്നാൽ കള്ള് കുടിക്കുന്നവരുടെ നിന്ന് പൈസ വാങ്ങിക്കാതിരിക്കും അത് ചെയ്യത്തുമില്ല. അപ്പോൾ അതൊരു ധാരണയാണ്. കള്ള് കുടിക്കുന്നവരാണ്. എന്നെ ഡൽഹി വെച്ചൊരു പള്ളിയിൽ മദ്യനിരോധന ഞായറാഴ്ചയിൽ പ്രസംഗിക്കാൻ വിളിച്ചു. അപ്പോൾ ഞാൻ ആകെ പറഞ്ഞു എന്നെ ഇരുന്ന് ഒഴിവാക്കണം. അപ്പോൾ പറഞ്ഞില്ല, അച്ഛൻ തന്നെ വന്ന് പ്രസംഗിക്കണം. ഡൽഹിയിലെ ഒരു മലയാളി കോൺഗ്രിഗേഷനാണ്, മയൂർ ബീഹാറിലുള്ള മലയാളി കോൺഗ്രിഗേഷൻ. അത് നിർമ്മിക്കുന്നതിലൊക്കെ ഞാൻ വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. പോട്ടെ, മറ്റൊരു കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനങ്ങ് പ്രസംഗിച്ചുകൂടെ? അത് പറഞ്ഞു അയ്യോ അല്ല, അത് സഭയ്ക്കുള്ളിൽ കമ്മിറ്റിക്കാരനകത്ത് പോലും നല്ലതായിട്ട് കുടിക്കുന്നവരുണ്ട്. ഞാൻ മദ്യരോധത്തെ പറഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാം. അതുകൊണ്ട് അതുകൊണ്ട് ഞാനാണെങ്കിൽ ഒന്ന് പ്രസംഗിച്ച് എനിക്ക് പോകാമല്ലോ. ഞാൻ സഭയിൽ നിന്ന് വരുമാനം ശമ്പളം പറ്റുന്ന ആളല്ല. അച്ഛനാകുമ്പോൾ എന്നെക്കൊണ്ടത് പറയാനൊക്കത്തില്ല, എൻ്റെ കാര്യം പോക്കാം. അതുകൊണ്ട് ദയവായെന്ന് സഹായം. ഞാൻ ചെന്നു. അപ്പോൾ സമയമായപ്പോൾ ഞാൻ പ്രസംഗിക്കാൻ എന്നിട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽ ഒത്തിരി ആളുകളൊക്കെ ഉണ്ട്. അതിൽ കള്ള് കുടിക്കാത്തവരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ. എന്നാൽ ഒരാളുകൊണ്ട് നന്നേ കള്ള് കുടിക്കുന്ന ആൾ, രാവിലെ തൊട്ടേ കള്ള് കുടിയാണ്. ഞങ്ങളുടെ ഇടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ആ അച്ചാനെയാണ് സമീപിക്കുന്നത്. കള്ള് കുടിക്കാത്ത ആളുകൾ സ്വാർത്ഥതയുടെ എവറസ്റ്റിൻ്റെ മുകളിലിരിക്കുകയാണ്. അവരവരുടെ കാര്യം മാത്രം നോക്കും, മറ്റാരെയും ആർക്കും വേണ്ടി ഒരു കുഞ്ഞു വല്ല അനക്കത്തില്ല. അപ്പോൾ കള്ള് കുടിച്ചു അല്ലെ കള്ള് കുടിച്ചില്ല അറിഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. നിൻ്റെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പം കള്ളുകുടിയന്മാരെ നമ്മൾ ചില സാഹചര്യങ്ങളിൽ മാത്രം, അതായത് പ്രസംഗ സമയത്ത് അവരെ ഔട്ട്കാസ്റ്റ് ആക്കും. കളക്ഷൻ ഫണ്ട് പിരിക്കുമ്പോൾ അവരെ നമ്മൾ അച്ചായന്മാരാക്കും. ഇതാണ് നമ്മുടെ ഒരു പരിപാടി. അതുപോലെ തന്നെ പ്രസവിച്ച സ്ത്രീകൾ പ്രസവിച്ചാൽ അവർ അശുദ്ധരായെന്നാണ് പറയുന്നത്. പിന്നെ പാതിരി അച്ഛനൊന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ശുദ്ധരാ. എന്നാൽ സ്ത്രീകളെ അശുദ്ധരാക്കിയ പുരുഷന്മാരുടെ നേരെ പ്രാർത്ഥിക്കത്തില്ല. അപ്പോൾ അറിയാം, പേരും അറിയാം. പ്രാർത്ഥിക്കാൻ ചെന്നാൽ അപ്പോൾ പേരും അറിയാം. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ ഔട്ട്കാസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ അവശ്യ ക്രിസ്ത്യാനികളുണ്ട്. നല്ല ക്രിസ്ത്യാനി ഉണ്ടാണെങ്കിൽ അവശ്യ ക്രിസ്ത്യാനി വേണം. ഇപ്പോൾ അവശ്യ ക്രിസ്ത്യാനി ഇല്ലാത്തൊരു സ്ഥലത്തൊക്കെയാണ് നല്ല ക്രിസ്ത്യാനി വരുന്നത്. മേലേക്ക് ഇപ്പം മതിലെ കുളിച്ച ക്രിസ്ത്യാനി ഉണ്ടാകണമെങ്കിൽ അവശ്യ ക്രിസ്ത്യാനി വേണ്ടേ? അവശ്യ ക്രിസ്ത്യാനി ഇല്ലാത്തൊരു സഭയിൽ എങ്ങനെയാണ് ഈ മതിലെ കുളിച്ച ക്രിസ്ത്യാനി ഉണ്ടാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ ഔട്ട്കാസ്റ്റ് ഒന്നുണ്ടെങ്കിൽ മാത്രമേ, പുറജാതിക്കാരുണ്ടെങ്കിൽ മാത്രമേ സംഘടിതമായ, ഇപ്പോൾ ഹിന്ദു മതത്തിൽ തന്നെ അൺടച്ചബിൾസ് ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് മേലാളന്മാർക്ക് വലിയ ഗമയായിരുന്നു. അൺടച്ചബിലിറ്റി മാറ്റിയപ്പോൾ അവരുടെ ഗമ പോയി, ഒത്തിരി പോയി. പക്ഷേ അവരിപ്പോഴും പിടിച്ചു നിൽക്കുന്നത് കീഴാളന്മാരുണ്ട്. ബ്രാഹ്മിൻ, ക്ഷത്രിയാസ്, ബനിയ, ശൂദ്രാസ് ഉള്ളിടത്തോളം കാലം അവർക്ക് തലയുയർത്തി പിടിക്കാം. അപ്പോൾ ശൂദ്രാസും കൂടില്ല എന്ത് ചെയ്യും? അയ്യോ, എന്നാൽ അവരുടെ കഷ്ടകാലം. ഇതാണ് നമ്മുടെ പരിപാടി. സംഘടിതമായ എല്ലാ പ്രസ്ഥാനത്തിലും അതിൻ്റെ അനിവാര്യ ഘടകം ഒന്നാണ്, ഒരു ഔട്ട്കാസ്റ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഔട്ട്കാസ്റ്റ് കമ്മ്യൂണിറ്റി സെക്ഷൻ ഉണ്ടായിരിക്കണം. പിന്നെ ഇത് ഇങ്ങനെയൊക്കെയുള്ള നിലപാടിൽ അവസ്ഥയിൽ നിൽക്കുമ്പോൾ എല്ലാ സംഘടിതമായ പ്രസ്ഥാനങ്ങൾക്കും, അത് മതമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും സാംസ്കാരിക പ്രസ്ഥാനങ്ങളാണെങ്കിലും എന്തുമായിക്കൊള്ളട്ടെ, അവയ്ക്ക് നിർബന്ധമായും നിരന്തരമായ ഒരു പുനർജീവനുണ്ടാകും. റിവൈവൽ, റിജൂവനേഷൻ, റിഫർമേഷൻ, പുനരുത്ഥാനം, നവോത്ഥാനം പല വാക്കുകളുണ്ട്. അത് തുടർന്നുകൊണ്ടേയിരിക്കണം.
അത് സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? അന്വേഷിക്കണം. അന്വേഷണ ബുദ്ധിയിൽ കൂടെ മാത്രമേ നാം ഉൾപ്പെട്ടിരിക്കുന്ന സഭയിലോ വിഭാഗത്തിലോ ഇപ്രകാരമുള്ള കാര്യമായ ആത്മീയമായ വിള്ളലുകളും പാളിച്ചകളും കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും മാറ്റം വരണമെന്നോ ആരെങ്കിലും താല്പര്യപ്പെടും. അപ്പോൾ നാം ആയിരിക്കുന്ന ഈ സംവിധാനത്തിൽ ഇങ്ങനെ അനഭിധമായി, ഞാൻ എൻ്റെ പൂർണ്ണമായ ലിസ്റ്റല്ല നിങ്ങളോട് പറഞ്ഞത്, ചില ഉദാഹരണം ഒന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി മാത്രം പറഞ്ഞു, ചില കാര്യങ്ങളൊന്ന് പെട്ടെന്നൊന്ന് തൊട്ട് പോയതാണ്. ഇത് തിരിച്ചറിയേണ്ട ആവശ്യം എന്താണ്? ഇത് തിരിച്ചറിയുന്നതിൽ കൂടെ മാത്രമേ നമുക്ക് നാം ഉൾപ്പെട്ടിരിക്കുന്ന സഭ അല്ലെങ്കിൽ നാം ഉൾപ്പെട്ടിരിക്കുന്ന മത സംസ്കാരം അതിൽ എന്തെങ്കിലും മെച്ചം വരുത്തുവാൻ സാധ്യമാകുകയുള്ളൂ. എന്നാൽ അതിന് താല്പര്യമില്ല. ഞാഞ്ഞൂലുകളെ പോലെ ആമാശയത്തിൽ കടിച്ചു കിടന്ന് അവിടെ കിട്ടുന്നവർക്ക് നക്കി കാലം കഴിക്കാമെന്ന് വിചാരിക്കുന്നവർക്ക് ഈ പറയുന്ന കാര്യം, യേശു പറയുന്ന ഒരു കാര്യവും സ്വീകാര്യമായിരിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ മാരാമൺ സംബന്ധമായ പല ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 3-4 വീഡിയോകൾ ചെയ്തു. അതിൽ മാരാമൻ എരിവുകാരനോട് പറയുന്നത്, ഞങ്ങളുടെ സഭയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ പരിപൂർണമായി തൃപ്തരാണ്, ഞങ്ങൾക്ക് ദൈവമുണ്ട്, ദൈവം ഞങ്ങളുടെ കാര്യം നോക്കിക്കോളും, താൻ ആരോടെ ഇവിടെ കിടന്ന് കുരയ്ക്കാൻ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് ഉടനെ എൻ്റെ കാര്യം മനസ്സിലാകും. ഞങ്ങൾ സൽഗുണ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് അപ്പുറത്ത് ഒന്നുമില്ല, ഞങ്ങളായിരിക്കുന്നിടത്ത് നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല, പിന്നെ മുമ്പോട്ട് പോകുന്ന കാര്യം പറയണോ? അതുകൊണ്ട് ഞങ്ങളെ അങ്ങ് വിട്, താൻ വേറെ വല്ലതും നോക്ക്. ഒരുത്തനോട് പറഞ്ഞതുപോലെ ആഹാരം കഴിച്ച് ഗുളികയും തിന്ന് ഒരു മൂലയ്ക്ക് ഇരുന്ന് കൂടെ. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇത് പ്രതീക്ഷിക്കേണ്ടതാണ്. ഇത് പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ ഈ വേലയ്ക്ക് ഇറങ്ങിയത്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് പുത്തരിയല്ല. ഞാൻ യേശുവിൻ്റെ പഠിപ്പീരുകൾ, യേശുവിൻ്റെ ദർശനങ്ങൾ ദീർഘകാലമായി ധ്യാനിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തതുകൊണ്ട് ദൈവകൃപയാൽ അല്പം സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിപ്പാൻ ഇടയായതുകൊണ്ട് സഭയുടെ വരുമാനം 1 രൂപ പോലും പ്രാപിക്കേണ്ട ആവശ്യമില്ല. ഞാൻ സർക്കാരിൻ്റെ ശമ്പളത്തിൽ സുവിശേഷ വേല ചെയ്തവനാണ്. എനിക്ക് ആരോടും ഒരു കടപ്പാടുമില്ല, 1 രൂപയുടെ കടപ്പാടില്ല. അപ്പം അതുകൊണ്ട് ദൈവം നൽകിയ സ്വാതന്ത്ര്യത്തിൽ ചില കാര്യങ്ങൾ അന്വേഷിക്കുവാനും മനസ്സിലാക്കുവാനും ഇടയായി. അത് ആർക്കെങ്കിലും പ്രയോജനം വരും എന്ന പ്രതീക്ഷയിൽ ഞാൻ പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് പലർക്കും വിമ്മിഷ്ടം ഉണ്ടാകുന്നു എന്ന് എനിക്കറിയാം. അതിൽ ഞാൻ അതീവമായി സന്തോഷിക്കുന്നു. കാരണം വിമ്മിഷ്ടം വന്നാൽ മാത്രമേ എഴുന്നേറ്റ് അല്പം മുൻപോട്ട് പോകുവാൻ ആളുകൾ കൂട്ടാക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആരാണ് ആത്മാവിൽ ദരിദ്രരാകുന്നവർ? തങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ട്, അപാകതകളും അപക്വതകളും ഉണ്ട് എന്ന് തിരിച്ചറിയുന്നവരാണ് ആത്മീയമായ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ. അല്ലാത്തവർ ഈ മാർത്തോമായ എരിവുകാരെ പോലെ ഞങ്ങൾ സൽഗുണപൂർണതയുടെ ആത്യന്തികമായ പ്രതീകങ്ങളാണ്, താൻ പോടോ, ഞങ്ങളെപ്പറ്റി ഒരു വാക്ക് മിണ്ടിപ്പോകരുത് എന്ന നിലപാടെടുക്കുന്നവർ അവർ വലിയ വലിയ പ്രതിഭാസങ്ങളാണ്. അവർക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, യേശു സംഘടിതമായ മതത്തെ, സംഘടിതമായ സഭയെ ഇപ്രകാരമാണ് കാണുന്നത്. അതിൽ അനേക അപാകതകളും അപക്വതകളും ഉണ്ട്. അത് തിരിച്ചറിയണമെങ്കിൽ സത്യമായവൻ്റെ കണ്ണിൽ കൂടെ നോക്കിയാൽ മാത്രമേ കാണുകയുള്ളൂ. ക്രിസ്തീയ വരേണ്യവർഗത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കിയാൽ അവർ നിർമ്മിച്ചതും അവർ കാര്യകർത്തൃത്വം ചെയ്തതുമായ ഈ സംവിധാനം എല്ലാറ്റിനും മേന്മയേറിയതാണ്, അതിനെ വിമർശിക്കുന്നവൻ സാത്താനാണ്, കുറഞ്ഞ പക്ഷം സാത്താൻ്റെ സന്തതിയാണ് എന്ന് മാത്രമേ ചിന്തിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ജൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ, സത്യമറിയാൻ താല്പര്യമുള്ള ആളുകൾ അവിടെയും ഇവിടെയും ഉണ്ട്. അവർ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലാണ് എന്നത് വളരെ സന്തോഷത്തോടെ ഞാൻ തിരിച്ചറിയുകയാണ്. ഹല്ലേലൂയ. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ഈ ഒരു യൂട്യൂബ് സംഘവും ഞാൻ ആരംഭിച്ചപ്പോൾ ഇതിൽ ഇത്രമാത്രം ആളുകൾ സന്തോഷത്തോടെ, താല്പര്യത്തോടെ, തുറന്ന മനസ്സോടെ പങ്കെടുക്കുമെന്ന് എനിക്ക് വിദൂരമായി പോലും പ്രതീക്ഷയില്ലായിരുന്നു. സംഖ്യ കൂടുന്നതിൻ്റെ പ്രശ്നമല്ല ഞാൻ പറഞ്ഞത്. ഇന്നും നന്മ തിരിച്ചറിയുവാനും സത്യം അംഗീകരിപ്പാനും നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന അപാകതകൾ സമ്മതിപ്പാനും മനസ്സുള്ളവർ, ആന്തരികമായി മരിച്ചു പോകാത്തവർ, സ്വാതന്ത്ര്യം 100% അടിയറ വെക്കാത്തവർ അനേകരുണ്ട് എന്നതോർത്ത് ഞാൻ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നു.
അവരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ പരമ്പര ആരംഭിച്ചിട്ടുള്ളത്. ഇത് തുടരുന്നതാണ്. ഇതിൽ പങ്കെടുക്കുന്ന ഏവരോടുമുള്ള എൻ്റെ നന്ദി ഒരിക്കൽ കൂടെ പരസ്യമായി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഏവർക്കും നമസ്കാരം.